2 ഷട്ടർ റൂമിൽ കേട്ടോ 500 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് കേരളത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമുക്കൊക്കെ ഒരു പ്രൗഡ് മൊമെൻ്റാണിത്. എപ്പോഴും ഇതിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്, ഇപ്പോഴും അന്നും എന്നും. ഞാൻ സ്ഥാപനം ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ TNT എന്ന ബ്രാൻഡ് അതിൽ ഞാൻ തുടങ്ങിയിട്ട് ഈ 5 വർഷം കൊണ്ട് ഇന്ന് എത്ര ഔട്ട്ലെറ്റ് പറഞ്ഞേ? 20 ഔട്ട്ലെറ്റ്. നോക്കിയേ, അതും എല്ലാ ഷോപ്പുകളിലും എപ്പോഴും തിരക്കായിരിക്കും. അതൊരു നല്ല രുചികരമായ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വരും എന്നതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ എൻ്റെ അടുത്തും വലത്തുമായിട്ട് അതിൻ്റെ പാർട്ട്നേഴ്സാണുള്ളത്. 8 പാർട്ട്നേഴ്സ് ഉണ്ട് അല്ലേ? 8 പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ഐക്യം കൊണ്ടാണ് ഇങ്ങനൊരു സക്സസ്. മലപ്പുറം ജില്ലയിലെ തലപ്പാറ ഈ സ്പോട്ടിൽ നിന്നാണ്, ഈ ഷോപ്പിൽ നിന്നാണ് അവരുടെ സ്ഥാപനം 500 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച് ഇപ്പോൾ ഇവിടെ തന്നെ വലിയൊരു റെസ്റ്റോറൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ഷവായ ഒരു സ്പെഷ്യൽ രുചിക്കൂട്ടിൽ ഒരുക്കി ഇന്ന് കേരളത്തിലും പുറത്തും വലിയൊരു ട്രെൻഡാക്കി മാറ്റി. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ, ഇവരുടെ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ഇവർക്കുള്ളത്. ഞാൻ പല സ്ഥലത്തും ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കോട്ടയം പോയിട്ട്, നിങ്ങളുടെ പേരെന്തായിരുന്നു? ഇയാൾ യാസിർ. ഞാൻ എന്താ പറയുക, ലാസ്റ്റ് കോട്ടയം പോയി. ലാസ്റ്റ് രാത്രി ഒരു 11 മണിക്ക് ഏറ്റുമാനൂർ, എവിടെ ഏറ്റുമാനൂരിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ TNT കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നി. രാത്രിയും നല്ല തിരക്കാണ്. കാലിക്കറ്റ് പോയാലോ അവിടെ ഉണ്ട്. ഇപ്പോൾ കോയമ്പത്തൂർ പോയപ്പോഴും അവിടെയും റഷാണ്. എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട്? മസാലയാണ് മെയിൻ. മസാലയാണ് നമ്മൾ മാക്സിമം ഡെവലപ്പ് ചെയ്തെടുത്താണ്. ആണല്ലേ? പിന്നെ നമ്മളെ ഷവർമയിലും നമ്മൾ മസാല നമ്മൾ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. സെൻട്രൽ കിച്ചൺ എന്നാണ്. ഈ 20 ഔട്ട്ലെറ്റിലേക്കും നമ്മൾ മസാല കൊടുക്കുന്നു. ഇവിടെ മലപ്പുറം എല്ലാ ഷോപ്പിലേക്കും ഒരേ മസാല, ഒരേ തലപ്പാറയിൽ നിന്നാണ് നമ്മൾ അത് മാനുഫാക്ചർ ചെയ്യുന്നത്. ആണല്ലേ? എങ്ങനെയുണ്ട്? പിന്നെ ഇവിടുന്ന് അന്ന് വലിയ പ്രതീക്ഷ തുടങ്ങി തന്നെയാണോ? ഫസ്റ്റ് ടൈം തുടങ്ങും. TNT പ്രേക്ഷകർക്ക് ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറി കൂടെ ഉണ്ടല്ലോ ഇതില്. ഓക്കെ, TNT എന്ന് പറഞ്ഞ സംഭവം വരാൻ നമ്മൾ ചായയാണ് കൂടുതൽ പ്രൊമോഷൻ. നമ്മൾ മനസ്സിൽ കണ്ടിരുന്ന ചായന്റെ ഒരു പരിപാടിയായിരുന്നു, ഒരു സംരംഭം. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷവായ ഷവർമ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു. അതിൽ നിന്നാണ് പിന്നെ ഷവായും ഷവർമ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു സക്സസിന്റെ ഒരു ഇതാണ്. അതിലൂടെയാണ് നമ്മൾ ഈ എല്ലാ ഷോപ്പിലേക്കും പിന്നെ ഷവർമയും ഷവായും മാത്രമായി മാറി. ചായ ലേശന്റെ ബാക്കോട്ട് പോയി. ആളുകൾ ആദ്യം മുതൽ ഏറ്റെടുത്തു. ഈ ഷവായും ഷവർമ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ തിരൂര് പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മൾ തുടങ്ങാൻ. തിരൂരാണ് വലിയൊരു സക്സസ് നമുക്ക് തന്നത്. തലപ്പാറിന്റെ അതേ സക്സസ് തിരൂര് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കുണ്ടോട്ടിയിലാണ്. കുണ്ടോട്ടി കഴിഞ്ഞ് നമ്മൾ കാലിക്കറ്റിലേക്ക് പോയി. അങ്ങനെ ഷോറൂം. ഇപ്പൊ ലാസ്റ്റ് എവിടെ തുടങ്ങിയത്? അടൂര്. ഞാൻ B.Ed ചെയ്ത് പത്തനംതിട്ട ജില്ലയിലെ ഞാൻ B.Ed ചെയ്ത്. എങ്ങനെയുണ്ട് റെസ്പോൺസ്? അപ്പൊ വടക്കും തെക്കും മിഡിൽ കേരളമൊക്കെ എല്ലാവരും ഏറ്റെടുത്തു. അപ്പൊ കോയമ്പത്തൂര് എന്താ സ്ഥിതി? അടിപൊളി പോകുന്നു. എന്തെങ്കിലും ഈ എന്നും പിന്നെ ഈ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന്റെ സീക്രട്ട് സെയിം സാധനം തന്നെ? സെയിം സാധനം, ഒരു മാറ്റം വരില്ല. എന്താണ് നമ്മൾ ഉപയോഗിച്ചത് അത് മാക്സിമം ഡെവലപ്പ് ചെയ്ത് അതിലൊരു കോംപ്രമൈസും ചെയ്യാതെ ഇതുവരെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിപ്പോ കുരുമുളകിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും, എന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല, മെറ്റീരിയൽസിൽ കോംപ്രമൈസ് ചെയ്യില്ല. ചിക്കനൊക്കെ ഈ റേഞ്ചിൽ എത്തുന്ന സമയമുണ്ട്. 290 300 വരുമ്പോഴും നമ്മൾ ഷവായിന്റെ പ്രൈസ് നമ്മളിടുന്ന പ്രൈസ് തന്നെയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമർ ഡെവലപ്മെന്റ്, കസ്റ്റമറിലൂടെയാണ് നമ്മൾ ഈ വലുപ്പത്തിലേക്ക് എത്തിയത്. അപ്പൊ കസ്റ്റമറിലൂടെ അതാണ് നമ്മൾ മെയിൻ. കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എല്ലാ ഷോപ്പുകളിലും എല്ലാ സെയിൽസ്മാൻമാർക്കും നമ്മൾ മന്ത്ലി മീറ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് എന്താ, കസ്റ്റമർ കെയറിങ് മാക്സിമം. ഒരു പുഞ്ചിരി. അവർ ചിലപ്പോൾ പല ദേശത്തിലും വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 5 മിനിറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 20 മിനിറ്റ് ആവും. അപ്പോൾ അവരൊക്കെ ഫയർ ചെയ്യണത് നമ്മൾ എന്ത് ചെയ്യണം, ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെ അവരെ കെയർ ചെയ്യണം. പൊതുവെ ഇവിടെ സക്സസ് ആയാൽ ഉടൻ തന്നെ ഗൾഫില് GCC രണ്ടെണ്ണുള്ള ആളുകൾ വരെ തുടങ്ങണം, അങ്ങനെ ചിന്ത ഉണ്ടോ? അങ്ങനെ ചിന്ത ഉണ്ട്. നമ്മള് കേരള കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ഹാപ്പിയാണ്. കേരളത്തിൽ ഇതുവരെ നമ്മൾ ഹാപ്പിയാണ്. ഇനി നമ്മൾ തുടർന്ന് ആ ഏരിയയും കൂടി കവർ ചെയ്യണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് നമ്മൾ 5 ഷോപ്പ് പ്ലാൻ ചെയ്യും. ഏതായാലും സന്തോഷം. എനിക്ക് തോന്നുന്നത് ഈ ആളുകളെ കണ്ടിട്ട് മാഷാ അല്ലാഹ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷവായ വിൽക്കുന്ന ആളുകൾ നിങ്ങൾ തന്നെ ആവും അല്ലേ? കേരളത്തിൽ വേറെ ആരും ഉണ്ടാവോ? അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ 20 ഷോപ്പ് ഇങ്ങനെ അൽഹംദുലില്ലാ അത്രയും സെയില്. അപ്പോൾ ഒരു പക്ഷേ TNT ആയിരിക്കും എന്ന് വിചാരിക്കല്ലേ. ഏതായാലും
വലിയ സന്തോഷമുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നും ഇങ്ങനെ ഒരു വലിയൊരു ബ്രാൻഡ് നമ്മുടെ സംസ്ഥാന തലത്തിൽ, ഇനി ദേശീയ തലത്തിൽ, ഇൻ്റർനാഷണൽ തലത്തിൽ വളരട്ടെ. ഐക്യമുണ്ടെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ എവിടെ എത്താൻ സാധിക്കും. നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ്, അതും സ്ഥിരമായിട്ട് ഒരേ രുചിയിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരെ തേടിയിട്ട് ഇവരെ എവിടെ ഷോറൂം തുടങ്ങി, എവിടെ ഷോപ്പ് തുടങ്ങിയാലും അവിടെ ആളുകൾ എത്തുന്നത് എനിക്ക് തോന്നുന്നതാണ്. ഓക്കെ, ഏകദേശം എല്ലാ ഷോപ്പിലും ഞാൻ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഇങ്ങനെ ആളുകളൊക്കെ, നമ്മളെ സുഹൃത്തുക്കളൊക്കെ TNT ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ, ഉഷാറാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ